രാഹുൽ ഈശ്വർ, താങ്കൾ കാണുമെന്ന് തോന്നുന്നു. ആസിഫ് അലി നടത്തുന്ന ആ പ്രതികരണത്തിൽ പോലും അദ്ദേഹം പറയുന്നുണ്ട്, കാരണം ഇങ്ങനെ എനിക്ക് പിന്തുണ നൽകുന്നുണ്ട് അതിനുശേഷം. കാരണം എല്ലാവരും ആരും മാറി നിൽക്കുന്നില്ല, എല്ലാ മേഖലയിലെ ആളുകളും അകമഴിഞ്ഞ് പിന്തുണച്ചുകൊണ്ടാണ് പ്രതികരണങ്ങൾ നടത്തുന്നത്. പക്ഷേ ആ പ്രതികരണങ്ങളുടെ മൂർച്ച കൂടിപ്പോകരുത്, അതൊരു മറ്റൊരാൾക്കുള്ള ഹേറ്റ് ക്യാമ്പയിനായി മാറരുത് എന്ന് പറയുന്നുണ്ട്. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സംവാദത്തിന് വഴിവെച്ചിരിക്കുകയല്ലേ. കാരണം ഒരുപാട് ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകൾ സാന്ദർഭികമായിട്ട് ഉണ്ടാകുന്നതും അല്ലാതെ ആസൂത്രിതമായി ഉണ്ടാകുന്നതൊക്കെ ഉണ്ട് ഈ മേഖലകളിലൊക്കെ തന്നെ. അപ്പോൾ അതിനൊക്കെ ഒരു തരത്തിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയല്ലേ ഒരുങ്ങിയിരിക്കുന്നത്. അത് എത്രത്തോളം അങ്ങനെയെങ്കിൽ പ്രധാനമാണ്. ഒപ്പം ആസിഫിന്റെ പ്രതികരണം കൂടി ചേർത്ത് വായിക്കുമ്പോൾ രാഹുൽ, ഇത് വളരെ പോസിറ്റീവാണ് ശ്രീ പ്രജീഷ്. ശ്രീ ആസിഫ് അലിക്കും ഇത് ഹൈലൈറ്റ് ചെയ്യുന്ന നമ്മുടെ മീഡിയയ്ക്കും എത്ര കൈയടിച്ചാലും മതിയാകുന്നു. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അപമാനിച്ചൊരു വ്യക്തിക്കെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ പാടില്ലെന്ന് പറയുന്ന വലിയ മനുഷ്യനായി ആസിഫ് അലി മാറി എന്നുള്ള വലിയൊരു സത്യം. ഇന്നലെ കർക്കിടകം 1 മുഹറമാണ്, വളരെ പരിശുദ്ധ ദിവസമാണ്. ആ ദിവസത്തിൽ ആസിഫ് അലി കാണിച്ച പക്വതയും നന്മയും നമ്മളെല്ലാം ചർച്ച ചെയ്തു. അതിനു മേളിൽ പോയിരിക്കുന്നു ഇന്നത്തെ സംഭവം. കാരണം തനിക്ക് ഒന്നെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ വിട്ടുകളയാം. ആസിഫ് അലിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചറിയാം അദ്ദേഹത്തിന് ഒരുപക്ഷെ ആ നിമിഷത്തെ ഒരു മനോവിഷമത്തിൽ പറഞ്ഞതായിരിക്കും എനിക്കുള്ള സപ്പോർട്ടിന്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നത്. എന്നാൽ അത് ശ്രീ രമേശ് നാരായണനെതിരെയുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ, ആ വാക്ക് തന്നെ ഉപയോഗിച്ചു, ഹെയ്റ്റ് ക്യാമ്പയിനായി മാറരുത് എന്ന് ആസിഫ് അലി പറയുമ്പോൾ ആസിഫ് അലി ഒരുപാട് ഉയരുകയാണ്. ആസിഫ് അലി ഒരുപാട് നമ്മുടെ മനസ്സിൽ ഉയരുകയാണ്. ആസിഫ് അലിയെ പോലെ ആളെ അറിയാമെന്ന് പറയുന്നതിനുള്ള സന്തോഷവും അഭിമാനവും തോന്നുക. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ആസിഫ് അലിയുടെ ദിവസമാണ്. മാത്രമല്ല ആസിഫ് അലി മുമ്പോട്ട് വെച്ചൊരു മാതൃക വലുതാണ്. ആ മാതൃക എന്ന് പറഞ്ഞാൽ പോസിറ്റിവിറ്റിയുടെ മാതൃകയാണ്, നന്മയുടെ മാതൃകയാണ്, ആർക്കെതിരെയും വിദ്വേഷം പാടില്ല എന്ന മാതൃകയാണ്. അതിന് ഒരുപക്ഷെ നമ്മുടെ ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ നിവിൻ പോളിയുടെ കഥാപാത്രത്തിന് ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു സംഭവം സംഭവിക്കുന്നുണ്ട്. അതിനൊക്കെ മുന്നിൽ പോകുന്ന രീതിയിൽ ശ്രീ ആസിഫ് അലി വളർന്നു എന്നുള്ളത് ഭയങ്കര രസകരമായ സംഭവമാണ്. ആസിഫ് അലി ഒരുപാട് കാലമായിട്ട് അറിയാവുന്ന വ്യക്തി എന്ന നിലയിൽ, അദ്ദേഹത്തെ പരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ സന്തോഷമുണ്ട്. ശ്രീ രമേശ് നാരായണൻ ഈ അദ്ദേഹവും വിഷമിക്കരുത്, അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് ആസിഫ് അലി. അപ്പം അദ്ദേഹവും വിഷമിക്കരുത്, ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി. ഏറ്റവും നന്നായി തീർച്ചയായും അപ്പോഴും ശ്രീ രാഹുൽ ഈശ്വർ, കാരണം ആ അവഗണന ഒരു കലാകാരനെ സംബന്ധിച്ചോളം ആ വേദിയിൽ ഉണ്ടായിരിക്കാം, കാരണം രമേശ് നാരായണന് സംഭവിച്ചിരിക്കാം. പക്ഷേ അതിന്റെ ഒരു ഇരയാകേണ്ടത് ആസിഫ് അലി അല്ല. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. കാരണം നമ്മൾ വളരെ ബഹുമാന്യരായ ആളുകളിൽ നിന്നും ഇത്തരം പ്രവണതകൾ ഉണ്ടാകുമ്പോൾ അതിന് വളം വെച്ച് കൊടുക്കാനേ നമ്മൾ പാടില്ല. കാരണം ഇന്നിൻ്റെ ലോകമാണ്, ജനാധിപത്യത്തിൻ്റെ മൂർച്ചയേറിയ സംവാദങ്ങളിലൂടെയൊക്കെ നമ്മൾ ദൈനംദിനം സഞ്ചരിക്കുന്ന ഇന്നാട്ടിൽ ഇതുണ്ടാകാനേ പാടില്ല. അപ്പോൾ അത് കണ്ടങ്ങളായാൽ പോലും അത് ചർച്ച ചെയ്യപ്പെടണം. ആ ചർച്ച മൂലം നന്നാവണം ആളുകൾ, അല്ലേ രാഹുൽ? പോയിന്റ് ഇതാണ് അതിലെ പോയിന്റ്. അതായത് പലപ്പോഴും നമ്മുടെ ചർച്ചകൾ ശ്രീ പ്രതീക്ഷ അറിയാം പരസ്പരം അടികൂടാനും വിയോജിപ്പ് രേഖപ്പെടുത്താനും മാത്രമാണ്. യോജിക്കുന്ന ചർച്ചകൾ 1% താഴെയുള്ളൂ. കൂടുതൽ അടികൂടാനും കൂടുതൽ വിയോജിപ്പ് പ്രകടിപ്പിക്കാനുമാണ്. എന്നാൽ യോജിപ്പിന്റെ ആ സമവായത്തിന്റെ അനുരഞ്ജനത്തിന്റെ സ്വരമാണ് ആസിഫ് അലി മുമ്പോട്ട് വെച്ചത്. ഇനി 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇതിൽ ഇടപെട്ട മീഡിയ നന്നായി തന്നെ ഇടപെട്ടു, പോസിറ്റീവിറ്റി വിഷയം ഹൈലൈറ്റ് ചെയ്തു. ശ്രീ രമേശ് നാരായണൻ സാർ ആദ്യം തന്നെ നമ്മുടെ കലാമണ്ഡലം സത്യഭാമ മാഡത്തെ പോലെ നിന്ന് വീണ്ടും കടുപ്പിച്ചില്ല, അദ്ദേഹം ക്ഷമ പറഞ്ഞു. സോ ഓവറോൾ പോസിറ്റിവിറ്റി ഉണ്ടായി എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ആസിഫ് അലിയുടെ മാതൃക, ക്ഷമിക്കാനുള്ള മാതൃക, അദ്ദേഹത്തിനെതിരെ ക്യാമ്പയിൻ ഉണ്ടാകാൻ പാടില്ലെന്ന് പറയാനുള്ള മാതൃക, ഇതൊക്കെ മലയാളി ഏറ്റവും അഭിമാനത്തോടെ കാണേണ്ടതാണ്. ഒരു മലയാളി എന്ന രീതിയിൽ, മലയാള സിനിമയെ ആദരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ, ആസിഫ് അലിയെ പരിചയമുള്ള വ്യക്തി എന്ന നിലയിൽ ഇത്രയും പോസിറ്റീവാണ്. ഇതിൽ 2-3 കാര്യം കൂടെ പറയണം. ഒന്ന്, ഇത് നല്ല സമന്വയത്തോടെ കൈയടക്കത്തോടെ മീഡിയ അത് ഏറ്റെടുത്തു. സോഷ്യൽ മീഡിയയിൽ പോലും ഒരു 1% കമന്റുകൾ ഒഴിച്ചു വെച്ചാൽ കൺസ്ട്രക്റ്റീവായ ക്രിറ്റിസിസമാണ് വന്നത്. ഇതിനെക്കുറിച്ച് ഇടത് വലത് കോൺഗ്രസ്, CPM, BJP ഹാൻഡുകളിൽ നിന്നെല്ലാം ആസിഫ് അലിക്ക് ജയ് എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത് കാണുന്നത് നല്ലൊരു കൗതുകമാണ്. അതൊരു ഭയങ്കര നന്മയുടെ, അതായത് കേരളം യുണൈറ്റ് ചെയ്തൊരു വിഷയമാണ്. നമ്മൾ മലയാളികൾ അഭിപ്രായ വ്യത്യാസം കണ്ടുപിടിക്കാൻ ഭയങ്കര മിടുക്കരാണ്. എന്നാൽ അഭിപ്രായ വ്യത്യാസത്തിനപ്പുറം കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, CPM ആകട്ടെ, ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആസിഫ് അലി നമ്മുടെ ഏറ്റവും വലിയ ഒരുമയുടെ ഒരു ഐക്കണായി മാറി എന്നുള്ളത് ആസിഫ് അലിക്ക് ദൈവം കൊടുത്തൊരു അനുഗ്രഹമാണ്. നമ്മുടെ കേരളത്തിന് ഒരുമിക്കാൻ കിട്ടിയ വലിയൊരു അവസരം കൂടിയാണ്. 100%. അവിടെയാണ് നമ്മൾ ഈ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പോസിറ്റീവ് പരമാവധി ഹൈലൈറ്റ് ചെയ്യണം. കാരശ്ശേരി മാഷ് പറഞ്ഞതിന്റെ സ്പിരിറ്റ് വളരെ ശരിയാണ്. എന്നാൽ അതിനോടൊപ്പം പറയാനുള്ളത്, ഇങ്ങനെ ഒരു കൺസെൻസസിൽ ഇതിന് പോകാൻ കഴിഞ്ഞു. നമ്മുടെ കേരളമാകുമ്പോൾ എല്ലാ കാര്യത്തിലും ജാതി മത രാഷ്ട്രീയ ക്ലിക്ക്, പ്രദേശം, വർഗവർണ്ണം ഇതെല്ലാം ചെകഞ്ഞെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കും. പക്ഷേ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിൽ 99% പോലും വലിയ മിതത്വവും മര്യാദയും ബഹുമാനവും
അപമാനിച്ചു. കാരണം രമേശ് സാർ 65 വയസ്സായ വളരെ വളരെ ജ്ഞാനിയായ ഒരു വ്യക്തിയാണ്. ആസിഫ് വളരെ യങ് ആൻഡ് വൈബ്രന്റ് ആണ്. പക്ഷെ ഇതിന് നല്ലൊരു പരിസമാപ്തി ഉണ്ടായി. സാധാരണ നമ്മുടെ വിവാദങ്ങൾക്കും സംവാദങ്ങൾക്കും പരിസമാപ്തി ഉണ്ടാകാറില്ല, ആൾക്കാർ മറന്നു പോകത്തേ ഉള്ളൂ. പക്ഷെ ഇതൊരു പോസിറ്റീവ് എൻഡിങ് ഉണ്ടായി. ആ എൻഡിങ്ങിന്റെ ക്രെഡിറ്റും ആസിഫ് അലിക്കാണ്. ആസിഫ് അലി അത്ര ജെനുവിൻ ആയിട്ടാണ് പറഞ്ഞത്. ഈ പോസ്റ്ററിംഗ് വേണ്ടിയല്ല പറയുന്നത്, അതായത് പറയാൻ വേണ്ടിയോ കൈയടിക്ക് വേണ്ടിയോ അല്ല. എനിക്ക് ആ വാക്കുപോലും ഇഷ്ടപ്പെട്ടു. ഹെയ്റ്റ് ക്യാമ്പയിൻ പാടില്ല എന്ന് വളരെ ജെനുവിനായി ഒരാൾ ഉള്ളിൽ തട്ടി പറയുകയാണ്. അപ്പോൾ അത് എന്നിട്ട് നമ്മുടെ രമേശ് നാരായണൻ സാറിന്റെ തൊണ്ടയിടറി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു പോസിറ്റീവ് എൻഡുള്ള കാര്യങ്ങൾ, ഇത്തരം ഇതിന് വാഗ്വാദമില്ല, പരസ്പരം തർക്കമില്ല, ആർക്കും അഭിപ്രായ വിയോജിപ്പില്ല. പക്ഷേ എന്നാൽ ഇത്തരം സംഭാഷണങ്ങൾ കൂടി നമ്മുടെ മീഡിയ ഇടങ്ങളിൽ സ്പേസ് ഉണ്ടാകണം. ഇത്തരം സംവാദങ്ങൾ കൂടി, അല്ലെങ്കിൽ ഇത്തരം കൺസെൻസസ്, സമവായവും സമന്വയവും ഉണ്ടാകുന്നത് കൂടി നമ്മുടെ മീഡിയ പ്രൊമോട്ട് ചെയ്യണം. അങ്ങനെയൊക്കെയറിയാം, ഞാൻ 20 വർഷമായിട്ട് മീഡിയയിൽ നിൽക്കുന്ന ആളാണ്. പലപ്പോഴും നമ്മൾ ദേശീയ മാധ്യമങ്ങളിലും നമ്മുടെ മാധ്യമങ്ങളിലും ഒക്കെ പോകുമ്പോൾ എങ്ങനെ വിയോജിക്കാം എന്നുള്ള ഒരു ഡോക്ടറേറ്റ് എടുത്തുകൊണ്ടാണ് പോകുന്നത്. കാര്യം വിയോജിപ്പാണ് ആൾക്കാർക്ക് കാണാൻ രസം. പക്ഷേ ഒന്ന് പോസിറ്റീവായി എന്ത് ചെയ്താൽ അതിനൊരു സ്പൈസ് ഇല്ല, അല്ലെങ്കിൽ രസമില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. കുറച്ച് രസം വരണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടണം. എന്നാൽ അതിനപ്പുറം സ്നേഹത്തിനൊരു രസമുണ്ട്, സമവായത്തിനൊരു രസമുണ്ട്, നന്മയ്ക്കൊരു രസമുണ്ട്, പരസ്പരം ക്ഷണിക്കുന്നതിനൊരു രസമുണ്ട്. തന്നെ ചീത്ത അല്ലെങ്കിൽ തന്നെ അപമാനിച്ച ആളെ അദ്ദേഹത്തിന്റെ മനസ്സും കൂടി നമ്മൾ കാണണമെന്ന് ഒരാൾ പറയുമ്പോൾ ഇത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല. രാഹുൽ ഈശ്വറും പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട വാക്കുകൾ തന്നെയാണ്.